സേട്ടിനെ പറ്റിച്ച് സ്വന്തമാക്കിയ 15 കോടി, പിന്നെ സേട്ടിന്റെ ചോരയുടെ കണക്ക് രണ്ടും തീർത്തിട്ടേ അലോക്നാഥ് എന്ന അലക്സ് മടങ്ങൂ. നിങ്ങളുടെ നാശം കണ്ടിട്ടേ അവൻ തിരിച്ചു പോവൂ. അലോകിന് ഇവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ്. നമ്മൾ തമ്മിലും കണക്കുകൾ ബാക്കിയുണ്ടല്ലോ. പക്ഷേ അതൊരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് വേണ്ടാന്ന് എനിക്ക് തോന്നി. ശത്രുവാണെങ്കിലും ബെല്ല എന്നെ പോലൊരു പെണ്ണല്ലേ. അവളുടെ കഴുത്തിൽ കൊലക്കയറ് വീഴരുതെന്ന് കരുതി മാത്രമാ ഇവിടെ ഇങ്ങനെ കാത്തു നിന്നത്. ഇനി അങ്കിളിന് പോവാം. എന്റെ വാക്ക് വിശ്വാസമില്ലെങ്കിൽ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാം. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ശവക്കുഴി തോണ്ടുന്നത് പോലെയാവും. ബെല്ലയോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കല്യാണം നടത്തി കൊടുക്കരുത്. അതല്ല എന്റെ വാക്ക് തട്ടിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് ഭാവമെങ്കിൽ ഞാനത് തടയും. നിങ്ങളെ അവളെ ഓർത്തിട്ടല്ല, നിർമ്മല മാഡത്തിന് വേണ്ടി ദേവിക അത് ചെയ്തിരിക്കും. അത് നിങ്ങൾക്കൊരു നാണക്കേടാ. എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കും. തെറ്റാണെന്ന് അറിഞ്ഞു തന്നെയാ ചെയ്തത്. ഇത്രയും സ്നേഹമായിരുന്നിട്ടും മാഡത്തിനോട് സത്യം തുറന്നു പറഞ്ഞില്ല. എന്തൊക്കെയായാലും സ്വന്തം മകളല്ലേ. അവളുടെ ജീവിതം വെച്ചൊരു കളിക്ക് മാഡത്തിന്റെ മനസ്സ് തയ്യാറാവില്ല എന്ന് കരുതിയാ ഞാൻ. തുടങ്ങി വെക്കുമ്പോ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. കാര്യങ്ങള് എന്റെ പിടിവിട്ടുപോയി. അവൻ ശരിയായി മാർവാടിയുടെ സ്വഭാവം കാണിച്ചു. കല്യാണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാ അവന്റെ തീരുമാനം. എന്റെ മോളെ അവൻ കല്യാണം കഴിച്ച? ഇല്ല മാഡം, ആ കല്യാണം നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എങ്ങനെയാ നീ അവനെ തടയാൻ പോകുന്നത്? വിവാഹം നടക്കാൻ ഇനി 1 മണിക്കൂർ പോലും സമയമില്ല. നീ പറഞ്ഞത് കോശി വിശ്വസിച്ചെന്ന് തോന്നുന്നുണ്ടോ? അത് കേട്ട് അയാൾ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാലും അവൾ സമ്മതിക്കുവോ? ഇത് വലിയ ദുരന്തത്തിലെ അവസാനിക്കും. മാഡം, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിന്റെ സ്ഥാനത്ത് ആരായാലും ആ പണം വീണ്ടെടുക്കാൻ എന്ത് ചെയ്യും? പക്ഷേ സ്വന്തം അച്ഛനെ കൊന്നു കളഞ്ഞവരോടുള്ള പക അവൻ മറക്കോ? പണം വീണ്ടെടുത്ത അവൻ ഇത് അവസാനിപ്പിച്ച് തിരിച്ചു പോകുമെന്ന് എന്താ ഉറപ്പ്? കോശിയുടെ കുടുംബം തകർത്തേ അവൻ അടങ്ങും. അതിന് ബലിയാടാവാൻ പോകുന്നത് എന്റെ മോള. ഇല്ല, ബെല്ലെ താലി കെട്ടിട്ട് അലോക്നാഥ് കോശിയുടെ വീട്ടിൽ കാല് കുത്തില്ല. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റോ അതൊക്കെ ഞാൻ ചെയ്യും. കിട്ടാനുള്ള ആ 20 കോടി ഒരിക്കലും കിട്ടാതെ പോയാലും ബെല്ലെ ഞാൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കും. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. എന്ത് തടസ്സമുണ്ടായാലും ഇത് നടത്താൻ അലോക്നാഥ് ശ്രമിക്കും. അവന് വേണ്ടി തല്ലാനും കൊല്ലാനും മുംബൈയിൽ നിന്ന് ആളുകൾ എത്തിക്കാണും. തടയാൻ ശ്രമിക്കുന്നവരെ കൊന്നു തള്ളാൻ അവർക്ക് ഒരു മടിയും കാണില്ല. ദൈവമേ, ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്? ഇത് വല്ലാത്തൊരു തീക്കളിയായി പോയി മോളെ. ഇതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇല്ല മാഡം, എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ നമുക്കിതിലിനി ഒന്നും ചെയ്യേണ്ടി വരില്ല. ഈ കല്യാണം നടക്കാതിരിക്കേണ്ടത് കോശിയുടെ ആവശ്യമാണ്. അലോക്നാഥിന്റെ ഐഡന്റിറ്റി തെറ്റാണെന്ന് ബോധ്യമായ സ്ഥിതിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ കോശി ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും. ഒന്നും കാര്യമാക്കാത്തത് നടത്തിയാൽ മരണം വിലയ്ക്ക് വാങ്ങുന്നത് പോലെയാവും. ഒരാഴ്ച പോലും കോശി ജീവനോടെ ഇരിക്കില്ല. കോശി അയാളുടെ വിധി തീരുമാനിക്കട്ടെ. ബെല്ലയെ നമ്മൾ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തും. മാഡം ധൈര്യമായിരിക്കെ, ഞാൻ വിളിക്കാം.
ഇസബെല്ല മാഡം. മോർണിംഗ്. എന്താ അവിടെ ചെയ്യുന്നത്? ചോദിക്കാനുണ്ടോ? മണവാട്ടി ആവാനുള്ള ശ്രമം നടക്കല്ലേ? ആണോ? മണവാട്ടി എന്ന വാക്കിൽ ഒരു ഭാവം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നാണം അല്ലേ? കറക്റ്റ്. എങ്ങനെയാ അത് മുഖത്ത് വരുമോ? നോക്കിക്കോ, ഞാൻ ഇന്ന് തകർക്കും. അല്ല, എന്താണാവോ സാറിന്റെ വേഷം? കസവുമുണ്ട്, മെതിയടി, കഴുത്തിൽ കൊന്ത, പിന്നെ ഒരു മേൽമുണ്ട്. അയ്യോ, അപ്പൊ ഷർട്ടല്ലേ? ഷർട്ട് ഇടാൻ പാടില്ല. എന്നാ പിന്നെ ആ മേൽമുണ്ടെടുത്ത് തലേ കിട്ടി നിക്കാൻ വയ്യായിരുന്നു. ഹലോ അലക്സ്. ഏയ് അലക്സ്, എന്താ? ഞാനിവിടെ രജിസ്ട്രാറിനെ കാണാൻ വന്നതാ. അവനിങ് എത്തിക്കോളും. നീ പെട്ടെന്ന് കാറെടുത്ത് വന്നേ.